സ്നേഹവന്ദനം. ഹെൻറി ബേക്കർ ജൂനിയറിനാൽ 1872 സ്ഥാപിതമായ CSI ഹോളി ഇമ്മാനുവൽ സഭ അതിന് 150 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ നമ്മളുടെ 54 കാൻഡിഡേറ്റ്സിനെ കൺഫർമേഷനിലൂടെ നമ്മുടെ സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകുന്ന ഓർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ചരിത്രമുറങ്ങുന്ന നമ്മുടെ ദൈവാലയം, അനേക അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട നമ്മുടെ ദൈവാലയം, ഈ ദേവാലയത്തിൽ ഈ മഹത്തരമായ ശുശ്രൂഷയ്ക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം അരുളുവാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. മധ്യകേരള മഹാ ഇടവകയുടെ 13ാമത്തെ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ഇന്ന് നമ്മുടെ ഈ കൺഫർമേഷൻ സർവീസിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. വളരെ സന്തോഷത്തോടെ നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും കൃത്യസമയത്ത് തന്നെ ഈ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇവിടെ കടന്നു വരികയും ചെയ്ത അഭിവന്ദ ബിഷപ്പിനോടുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ ശുശ്രൂഷയിലേക്ക് ഹാർദമായി എൻ്റെ പേരിലും സഭയുടെ പേരിലും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ ആരാധനയെ സംബന്ധിക്കുന്ന ബിഷപ്പ് കൊച്ചമ്മ ഡോക്ടർ ജെസ്സി സാറ കോശി കൊച്ചമ്മയെയും ഈ ആരാധനയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പമ്പാടി ദൈവാലയത്തെ മറക്കാത്ത നമ്മുടെ വൈദിക സെക്രട്ടറി ബഹുമാനമുള്ള റവറൻ നെൽസൺ ചാക്കോ അച്ഛൻ ഇന്ന് നമ്മുടെ ആരാധനയിൽ സംബന്ധിക്കുന്നു, നമ്മെ അനുഗ്രഹിക്കുന്നു. അച്ഛനെയും ഈ ആരാധനയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളും. കൺഫർമേഷൻ സർവീസിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരുന്ന ബിഷപ്പ് ചാപ്ലൈൻ റവറൻ ജിബിൻ തമ്പി അച്ഛനെയും എൻ്റെ പേരിലും സഭയുടെ പേരിലും ഈ ആരാധനയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഇടവകാംഗവും മധുര രാംനാട് ഡയോസിസിലെ പട്ടക്കാരനുമായിരിക്കുന്ന എത്രയും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ജോസഫ് ബോസച്ചൻ നമ്മുടെ ആരാധനയിൽ സംബന്ധിക്കുന്നു, ആരാധനയിലെ ഭാഗങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അച്ഛനെയും ഈ ആരാധനയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാരായിരിക്കുന്ന എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഇന്ന് കൺഫർമേഷൻ കാൻഡിഡേറ്റ്സായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന 57 പേരെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ നന്മകളും നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധി
ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗസ്വനായ പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് വാഴ്ത്തുന്നു. വീണ്ടുമായി പാപിതാവിനെ വിളിച്ചഴിപ്പാൻ തക്കോണം നീ നൽകുന്ന എല്ലാ സാഹചര്യങ്ങൾക്കായി തന്നെയോട് സ്തോത്രം. പ്രത്യേകിച്ച് പിതാവെ കൺഫർമേഷൻ സർവീസിന് മുറ്റുമാകെ എൻ്റെ കരങ്ങൾ തരുന്നു. പിതാവെ സർവീസിൻ്റെ നാമം മഹിമപ്പെടുവാൻ തക്കോണം ദൈവത്തിന് കൃപ ചെയ്യണമെന്ന് നീ പ്രാർത്ഥിക്കുന്നു. തീരുമാനിക്കാൻ നീയോട് സ്തോത്രം. പിതാവെ ശുശ്രൂഷയുടെ ആവശ്യമുള്ള കൃപയോട് കൊടുക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. അച്ഛന്മാരെ ഞങ്ങൾ എൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. ഈ കൺഫർമേഷൻ പങ്കെടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കാണ് നീയോട് സ്തോത്രം. അവരെ എൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്ന പിതാവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദർശനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പങ്കുചേരുന്നു. അവർ ജീവിതകാലം മുഴുവൻ പിതാവെ നിനക്ക് സാക്ഷിയുള്ള മക്കളായി ജീവിക്കാൻ കൃപ കൊടുക്കണമെന്ന് എനിക്ക് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന കുടിക്കുന്ന എല്ലാ മക്കളെയും കാര്യങ്ങൾ തരുന്നു. ഈ ആരാധന തുടക്കം മുതൽ മുടി വരുന്നതെയും എൻ്റെ ദിവ്യ പ്രസംഗത്തെ ഞങ്ങൾ ഉണരുവാൻ തക്കോണം കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ വ്യത്യാസൂത്രം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാന കീർത്തനങ്ങളിൽ 25-ാം കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 25. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 57 കാൻഡിഡേറ്റ്സ് ഇന്ന് കൺഫർമേഷൻ സർവീസിലൂടെ സ്ഥിരീകരണ ശുശ്രൂഷയിലൂടെ സഭയുടെ പൂർണ്ണ അംഗങ്ങളാകുകയാണ്. കൺഫർമേഷൻ ക്ലാസുകൾ പഠിപ്പിക്കാൻ അനുവാദം നൽകുകയും ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് മധ്യയുള്ള ബിഷപ്പ് റൈവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനിയാണ്. ഇന്നത്തെ ആരാധനയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവിളി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെളിപ്പാക്കണമേ.
ചെയ്തത്. ഇസ്രായേലേ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകും. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകും. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇതിൽ വലുതായ വേറെ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കുവാനും കർത്താവിന്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. ആയതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നമ്മുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായി മാനസാന്തരപ്പെട്ട് നമ്മുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാളവന്റെ വിശുദ്ധ വഴി കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവീൻ. സ്വർഗ്ഗസ്ഥ പിതാവേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്ഥിരീകരണ ശുശ്രൂഷ ദിനത്തിലേക്കുള്ള പ്രത്യേക അപേക്ഷ നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായുടെ ഉപദേശത്താൽ ആശ്വാസപ്രദന്റെ വരവിനായി ശിഷ്യന്മാരെ ഒരുക്കിയ സർവശക്തനായ ദൈവമേ, കൈവെപ്പിനാൽ പരിശുദ്ധാത്മബലം അന്വേഷിക്കുന്നവരായ എന്റെ ഭൃത്യന്മാരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കണമേ. അങ്ങനെ വരതാവും വിശ്വസ്തതയുള്ള ഹൃദയമുള്ളവരായി അടുത്ത് വരുന്നതിനാൽ പരിശുദ്ധാത്മാവിന്റെ അധിവാസത്താൽ നിറയപ്പെടേണ്ടതിന് കൃപ ചെയ്യണമെന്ന്
പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നേക്കും ഏകദൈവമായി ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. ഒന്നാം പാഠം. സ്ഥിരീകരണ ശുശ്രൂഷ ദിനമായ രാവിലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26 മുതൽ 28 വരെ ദൈവങ്ങളെ ശ്രദ്ധയോടെ കേൾക്കി. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26 മുതൽ 28 വരെ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരുന്നു. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമയമുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ചനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഇവിടെ ഒന്നാം പാഠം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി വായിക്കാം. സ്ഥിരീകരണ ശുശ്രൂഷ ദിനമായ ഇന്ന് വൈകുന്നേരത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 16-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കും. സങ്കീർത്തനം 16. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ട്. വൈകുന്നേരത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാമത്തെ പാഠം വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. റോമർ 8:12 മുതൽ 17 വരെ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനോട് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കട്ടമനുഭവിച്ചാലത്രേ. ഇവിടെ പാഠം അവസാനിച്ചിരിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ
കാത്തുകൊള്ളുന്നു. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിലെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനിലേക്ക് നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൻ അതിന് അവനെ ലഭിക്കാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ആരാധന നമ്മോടൊപ്പം സംബന്ധിക്കുന്ന അദ്ദേഹം മഹായിടവക വൈദിക സെക്രട്ടറി നെൽസൺ ചാക്കോച്ചനെയും ഈ ആരാധനയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സ്ഥിരീകരണ ശുശ്രൂഷയിൽ നമ്മോട് ദൈവം സംസാരിക്കുന്നത് അഭിനന്ദ ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുവേനിയാണ്. ക്രിസ്തീയ ഗീതങ്ങളിൽ 99-ാം ഗീതം നമുക്ക് ചേർന്ന് പാടാം. ലിറിക് നമ്പർ 99. വിശ്വാസ സമൂഹം നമുക്ക് ഒന്നിച്ച് ഇന്ന് ഈ പരിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാൻ ഇടയാകുന്നു എന്നത് ഏറെ സന്തോഷകരം. ഈ ദേവാലയത്തിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇന്ന് ഈ പരിശുദ്ധ ആരാധനയിൽ നിങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാകുന്നു എന്നത് ഏറെ സന്തോഷകരം. പ്രത്യേകിച്ച് ദേവാലയം നിറഞ്ഞു കവിഞ്ഞ് വെളിയിലെല്ലാം ധാരാളം ആളുകളിരിക്കും. ഒരു നല്ല മനോഹരമായ ആലയം ദൈവം പൂർത്തീകരിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ശക്തിയും നിങ്ങളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ? അടുത്തത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? ഞാൻ സ്വീകരിക്കുന്നു എന്ന് മറുപടി പറയണം. കർത്താവായ യേശുക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായി ലോകത്തിൻ്റെ രക്ഷിതാവായി നീ സ്വീകരിക്കുന്നുവോ? അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ
ഒന്നിച്ച് ഏറ്റുപറയാം. നിത്യ വിശ്വാസ പ്രമാണം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയും സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ ദൈവമായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങളിലും ഉണ്ടായിരിക്കുന്നവൻ. ദൈവത്തിന്റെ ദൈവവും പ്രകാശപ്രകാശം സത്യദൈവവും സത്യദൈവവും ജനിതകപരമായ പിതാവിന്റെ ദൈവവും അവനാൽ സർവ്വമുണ്ടായി മനുഷ്യരായ മനുഷ്യരുടെ സത്യദൈവമേ എല്ലാവർക്കും ഇരിക്കാം, സ്ഥിരീകരണാർത്ഥികൾ ഒഴികെ. അടുത്ത ചോദ്യത്തിന് ദൈവം എൻ്റെ സഹായകനാകിയാൽ ഞാൻ ചെയ്യും എന്ന് മറുപടി പറയണം. ദൈവം എൻ്റെ സഹായകനാകിയാൽ ഞാൻ ചെയ്യും എന്ന്. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങളെ ആയുസ്നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ? നിങ്ങൾ അപ്രകാരം നടക്കുകയും ചെയ്യുമോ? മറുപടി ഇപ്രകാരം പറയണം. ദൈവം എൻ്റെ സഹായകനാകിയാൽ ഞാൻ ചെയ്യും. പറഞ്ഞേ. അടുത്ത് വരുന്ന 3 ചോദ്യങ്ങൾക്ക് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്ന് മറുപടി പറയണം. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്ന്. കർത്തൃ ദിവസത്തിൽ നിന്റെ സഹ ക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിലും പങ്കെടുക്കുമെന്ന് നീ വാഗ്ദത്തം ചെയ്യുന്നുവോ? നീ വാഗ്ദത്തം ചെയ്യുന്നുവോ? വേദപുസ്തകം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നീ വാഗ്ദത്തം ചെയ്യുന്നുവോ? നീ വാഗ്ദത്തം ചെയ്യുന്നുവോ? നിങ്ങളെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്കായി നൽകുമെന്ന് നീ വാഗ്ദത്തം ചെയ്യുന്നുവോ? നീ വാഗ്ദത്തം ചെയ്യുന്നുവോ? അടുത്തത് ഞാൻ സമ്മതിക്കുന്നു എന്ന് പറയണം. ക്രൂശിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തുവിന്റെ വിശ്വാസം ഏറ്റുപറയുന്നതിനും അവൻ്റെ കുടുക്കയിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുവോ? നീ സമ്മതിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏകരക്ഷിതാവായ ക്രിസ്തു മൂലം ദൈവത്തിലുള്ള വിശ്വാസവും അവനെ അനുസരിക്കുന്നതിനും തൻ്റെ ജനങ്ങളുമായ കൂട്ടായ്മയിൽ ജീവിക്കുന്നതിലെ ആഗ്രഹവും നിങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ അതാത് സ്ഥാനങ്ങളിൽ ഇപ്പോൾ മുട്ടുകുത്തി നിങ്ങൾ വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ നിവർത്തിക്കുവാനും പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാപ്തിപ്പെടുത്തേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ചില നിമിഷങ്ങളിൽ നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ തീരുമാനമുണ്ട്. ദൈവമുള്ളവരായി ജീവിക്കുന്നു, യേശുകർത്താവിന്റെ സാക്ഷികളായി നിൽക്കുന്നത്, നിങ്ങളോറും വേദോത്സവം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാകുന്നു. യേശുകർത്താവിന്റെ സാക്ഷികളായി ഈ സമൂഹത്തിൽ ജീവിക്കുന്നൊക്കെ നിങ്ങൾ വാഗ്ദത്തം ചെയ്യും. എന്നാൽ അത് മാനുഷികമായി നമ്മളെ കൊണ്ട് സാധിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്കുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. മാനുഷികമായ ശക്തിക്ക് സാധിക്കൂ. അതുകൊണ്ട് പ്രിയമക്കളെ, ദൈവസന്നിധിയിൽ നിങ്ങൾ തീരുമാനമെടുക്കുക. ലോകത്തിൽ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ നൽകി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പിതാവേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൽപ്പിച്ചു നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ ശ്രദ്ധ വെച്ച് കേൾക്കുന്നവനാണ് കർത്താവ്, നിങ്ങൾക്ക് ഉത്തരം അരുളുന്നവനായ യേശു കർത്താവ്. ആ ദൈവസന്നിധിയിലാണ് നിങ്ങൾ മുഴങ്കാലുകൾ മടക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ചില നിമിഷങ്ങൾ മൗനമായി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞാൻ ബലഹീനതയും കുറവുമുള്ളവനാണ്, എൻ്റെ കുറവുകളൊക്കെ എന്നോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. മൗനമായി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ നൽകി തരണം. പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ,
നീതിയോടെ ലോകത്തിൽ ജീവിക്കാൻ നിന്റെ കൃപ, നിന്റെ പരിശുദ്ധാത്മാവ് നിറവ് എൻ്റെ ജീവിതത്തിൽ നൽകണമേ എന്ന് മൗനമായി ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ആൺകുട്ടികൾ എൻ്റെ പിന്നാലെ ഏറ്റുചൊല്ലണം. ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ എൻ്റെ ദൈവമേ, ഞാൻ എനിക്കുള്ളവനല്ല, നിനക്കുള്ളവനത്രേ. എൻ്റെ ആയുസ്നാളൊക്കെയും നിന്നെ സ്നേഹിക്കേണ്ടതിനും വിശ്വസ്തയോടെ നിന്നെ സേവിക്കേണ്ടതിനും ഞാൻ എന്നെ തന്നെ നിന്റെ പൈതലായി നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ആമേൻ. പെൺകുട്ടികൾ പറയണം, എൻ്റെ പിന്നാലെ ഉറക്കെ പറയണം. ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ എൻ്റെ ദൈവമേ, ഞാൻ എനിക്കുള്ളവളല്ല, നിനക്കുള്ളവളത്രേ. എൻ്റെ ആയുസ്നാളൊക്കെയും നിന്നെ സ്നേഹിക്കേണ്ടതിനും വിശ്വസ്തയോടെ നിന്നെ സേവിക്കേണ്ടതിനും ഞാൻ എന്നെ തന്നെ നിന്റെ പൈതലായി നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ആമേൻ. ചില നിമിഷങ്ങൾ നമുക്ക് സഭയായി പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അവർ ദൈവസന്നിധിയിൽ പല തീരുമാനങ്ങൾ എടുത്തു. കർത്താവേ, ആ തീരുമാനങ്ങളനുസരിച്ച് ജീവിപ്പാൻ പരിശുദ്ധാത്മാഭിഷേകം ഈ കുഞ്ഞുങ്ങൾക്ക് കൽപ്പിക്കണമേ എന്ന് സഭയായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഓർക്കാം. അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, ജ്ഞാനമാതാപിതാക്കൾക്ക് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ അവരുടെ മേൽ ചൊരിയപ്പെടണമേ എന്ന് സഭയായി ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ, മൗനമായി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഒരുത്തൻ പോലും വഴിതെറ്റി പോകാതെ, പിശാചിന്റെ തന്ത്രങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകാതെ, ലോകത്തിൻ്റെ ജഡേച്ഛകൾക്ക് കീഴ്പ്പെട്ടു പോകാതെ, അധാർമികതയിൽ വീഴാതെ യേശുവുള്ളവരായി യേശുവിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ ശക്തി പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ചില നിമിഷങ്ങൾ മൗനമായി പ്രാർത്ഥിക്കാം. തുടർന്ന് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടാം. അച്ഛനിപ്പോൾ പാട്ട് അനൗൺസ് ചെയ്യും. പാട്ടിൻ്റെ ചുരുക്കം ചില ചരണങ്ങൾ പാടും. ഗായക സംഘം പാടുന്ന പാട്ടിനോട് ചേർന്ന് സഭയായി നമുക്ക് പ്രാർത്ഥനയോടെ അതിൽ പങ്കെടുക്കാം. വിശുദ്ധ ബത്മീസ്മ്യാൽ ഇന്നലെ മക്കളെ നിന്റെ കുടുംബത്തിലേക്ക് കൈക്കൊണ്ട ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി നിന്റെ കൃപാവരങ്ങളാകുന്ന ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ, ആലോചനയുടെയും ശക്തിയുടെയും ആത്മാവിനെ, പരിജ്ഞാനത്തിൻ്റെയും ദൈവഭയത്തിൻ്റെയും ആത്മാവിനെ ഇവരിൽ ദിനംതോറും വർദ്ധിപ്പിച്ച്
നിന്റെ കരുണയാൽ ഇവരെ നിത്യജീവനിലേക്ക് കാത്തുകൊള്ളണമെന്ന് നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ഈ നിന്റെ ദാസൻ, കർത്താവേ, ഈ നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഈ നിന്റെ പൈതൽ, കർത്താവേ, ഈ നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഈ നിന്റെ പൈതൽ, കർത്താവേ, ഈ നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോൾ നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഈ നിന്റെ പൈതൽ, കർത്താവേ, ഈ നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോൾ നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഈ നിന്റെ പൈതൽ, കർത്താവേ, ഈ നിന്റെ ദാസൻ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഈ നിന്റെ പൈതൽ, കർത്താവേ, ഈ നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഈ നിന്റെ പൈതൽ, കർത്താവേ, ഈ നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോൾ നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഈ നിന്റെ ദാസൻ, കർത്താവേ, ഈ നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഈ നിന്റെ പൈതൽ, കർത്താവേ, ഈ നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഈ നിന്റെ ദാസൻ,
കർത്താവേ ഈ നിനദാസൻ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്നെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ ഈ നിന്റെ പൈതൽ, കർത്താവേ ഈ നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ ഈ നിന്റെ ദാസൻ, കർത്താവേ ഈ നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ ഈ നിന്റെ പൈതൽ, കർത്താവേ ഈ നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ ഈ നിന്റെ പൈതൽ, കർത്താവേ ഈ നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ ഈ നിന്റെ പൈതൽ, കർത്താവേ ഈ നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ ഈ നിന്റെ പൈതൽ, കർത്താവേ ഈ നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ ഈ നിന്റെ പൈതൽ, കർത്താവേ ഈ നിന്റെ ദാസി എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ ഈ നിന്റെ പൈതൽ, കർത്താവേ ഈ നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ ഈ നിന്റെ പൈതൽ, കർത്താവേ ഈ നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ ഈ നിന്റെ പൈതൽ, കർത്താവേ ഈ നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം
നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനംതോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. നിന്റെ പൈതൽ കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനംതോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനംതോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ കർത്താവേ, നിന്റെ ദാസി എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനംതോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനംതോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനംതോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ദാസി കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനംതോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ദാസി കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനംതോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവരായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനംതോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ദാസി എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിന് നിന്റെ നിത്യരാജ്യത്തിൽ വരുവോൾ നിന്റെ പരിശുദ്ധാത്മാവിൽ ദിനംതോറും അധികം വർദ്ധിക്കേണ്ടതിന് നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
സർവശക്തനും നിത്യനുമായ ദൈവമേ, ഇപ്പോൾ നമ്മളുടെ കൈകൾ വെച്ചിട്ടുള്ള നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ഇവരുടെ മേൽ നിന്റെ വികൃതങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവരോടുകൂടെ നിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഇരിക്കണമേ. ഇവർ തങ്ങളുടെ ആയുസ്നാളൊക്കെയും നിന്നെ സേവിക്കുകയും നിന്നോടുകൂടി എന്നേക്കും വസിക്കുകയും ചെയ്യേണ്ടത് നിന്റെ വചനത്തിൻ്റെ അറിവിലും അനുസരണത്തിൽ ഇവരെ നടത്തണമെന്ന് ഞങ്ങളെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥന എന്നോട് ചേർന്ന് ചൊല്ലണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സഭയിലെ അംഗങ്ങളായ ഞങ്ങൾ സഭയുടെ പൊതുജീവിതത്തിൽ നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും വളരേണ്ടതിന് ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും നിങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പു തരുന്നു. നാം എല്ലാവരും ആത്മാവിന്റെ ഐക്യതയിൽ ഇവിടെ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചിട്ട് സ്വർഗത്തിൽ വിശുദ്ധരുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കേണ്ടത് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ആമേൻ. പുറപ്പെട്ടു പോകുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം കൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. അന്യോന്യമുള്ള സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും സൂചകമായി അന്യോന്യം വന്ദനം ചെയ്യാം. ലിറിക് നമ്പർ 226.
അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയുള്ളതെല്ലാം നിനക്കുള്ളതല്ല. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളെ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മുഖത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് ചേർന്ന് ചൊല്ലാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യ ദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യുന്ന മുറയുമാകുന്നു. അവൻ തന്നെ മരണം കൊണ്ട് മരണത്തെ നശിപ്പിക്കുകയും അവനെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങൾക്ക് ജീവൻ വീണ്ടും നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദേവന്മാരോടും പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാൻ ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണമനുഭവിക്കുവാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി താൻ വീണ്ടും വരുവോളം തൻ്റെ വലിയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതെ ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകും. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ. അത്താഴം കഴിഞ്ഞ ശേഷം പ്രകാരം തന്നെ അവൻ പാനപാത്രമെടുത്തു സ്തോത്രം ചൊല്ലി അതിനെ അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇരുന്ന് കൊടുപ്പൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള രക്തമാകും. ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും
എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വലിയ മരണവും കഷ്ടപ്പാടും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം മോൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായി ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയുമാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവൻ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങൾ എല്ലാവരും വിശ്വാസൈക്യം പ്രാപിച്ച് ഞങ്ങൾ കർത്താവാകുന്ന മശിഹായ എന്ന തലയാകുന്നവങ്കിലേക്ക് സകലത്തിലും വളരേണമെന്ന് കൃപ തരണമേ. അവൻ മൂലമായും അവനോട് കൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ തിരുമേശയിലേക്ക് അടുത്തു വരുന്നതിന് ഒരുക്കത്തോടെ കടന്നു വന്നിരിക്കുന്ന നാം ഒരു പ്രാവശ്യം നമ്മുടെ ജീവിതങ്ങളെ ശോധന ചെയ്തുകൊണ്ട് അനുതാപത്തോടുകൂടെ പ്രാർത്ഥന ചാർന്നിയെല്ലാം കരുണയുള്ള കർത്താവേ, മൂലകമായ കടലില്ലാതെ ആശ്രയിച്ചുകൊണ്ട് തിരുമേശയിലേക്ക് വരുവാൻ പോലെ മാംസത്തെ ഭക്ഷിക്കുകയും രക്തത്തെ കുടിക്കുകയും ചെയ്തതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? Oh
സത്യാമുന്തിരിവള്ളിയായ നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ രക്തം വിശ്വാസത്തോടെ തിരുമേശയിലേക്ക് അടുത്തു വരുവിൻ. കമ്മ്യൂണിന് വരുന്നതിനെ പറ്റി ഓർപ്പിക്കട്ടെ. ഇന്ന് സ്ഥിരീകരണം കഴിഞ്ഞവരായിരിക്കും ആദ്യം വരുന്നത്. അവർ മാത്രമേ വന്ന് മുട്ടുകുത്തത്തുള്ളൂ. ബാക്കി എല്ലാവരും ഒറ്റ ലൈനായിട്ട് വരണം. തിരുശരീരങ്ങളെ കൈക്കൊണ്ടവരോടും കൂടെ നിരന്തരം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവമേ,
ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെയും സ്നേഹത്തിനും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ 9 മാസക്കാലം കൺഫർമേഷൻ ക്ലാസ്സുകൾ 2-3 ആഴ്ച വെച്ച് ബാക്കി എല്ലാ ആഴ്ചകളിലും എടുക്കുകയുണ്ടായി. ഏതായാലും തിരുമേനി നിങ്ങൾക്കെല്ലാവർക്കും കൺഫർമേഷൻ നൽകിയതിനുള്ള സന്തോഷം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ തീർച്ചയായും ഒരു ഗുരു കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുമോ അതേ രീതിയിലാണ് തിരുമേനി കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുത്തത്. സഭയുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയം ബിഷപ്പിനെ അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ ആരാധനയിൽ ക്ഷണിച്ചതായ സമയത്ത് വളരെ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിക്കുകയും തിരുമയോടൊപ്പം ഇവിടെ ആയിരിക്കുകയും പ്രാർത്ഥന കൊണ്ട് സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ബിഷപ്പ് കൊച്ചമ്മ ഡോക്ടർ ജെസ്സി സാറാക്കോസി കൊച്ചമ്മയുടെ നന്ദിയും സ്നേഹവും ഇത്തരത്തിൽ അറിയിക്കുന്നു. പാമ്പാടി പള്ളിയെ മറക്കാത്ത ഒരു വൈദിക സെക്രട്ടറിയെ ഞാൻ ക്ഷണിച്ചില്ല, എന്നാൽ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ എനിക്ക് പാമ്പാടി കയറണം. അങ്ങനെ നമ്മളോടൊപ്പമായിരിക്കുന്ന നെൽസൺ ചാക്കോച്ചനോടുള്ള നന്ദിയും സ്നേഹവും ഇത്തരത്തിൽ അറിയിക്കട്ടെ. ഈ കൺഫർമേഷന്റെ ആദ്യ പടി മുതൽ എല്ലാ കാര്യങ്ങൾക്കും നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നത് ബിഷപ്പ് ചാപ്ലൈൻ റവറൻ ജിവിൻ തമ്പി അച്ഛനാണ്. നിങ്ങളെ പല ആൾക്കാർക്കും അറിയില്ല കൺഫർമേഷന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥന വെച്ച് ഞാൻ ഈ പേപ്പർ ഒരാഴ്ച മുമ്പ് എനിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ തന്നെ കാർഡ് തിരുമേനി കഴിഞ്ഞ ദിവസം സൈൻ ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്നത് ഇതൊന്നും പലർക്കും അറിയില്ല. അങ്ങനെയുള്ള ക്രമീകരണങ്ങളിലൊക്കെ ഞങ്ങളെ സഹായിക്കുന്നത് ബിഷപ്പ് ചാപ്ലനാണ് ജീവൻ തമ്പി അച്ഛൻ. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയം സഭയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അറിയിക്കട്ടെ. ഇന്ന് നമ്മുടെ ആരാധനയിൽ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു അച്ഛനാണ് റവറൻ ജോസഫ് ബോസ്. റോഷന്റെ ഫാമിലിയിലുള്ള ആള്, പിതാവിന്റെ അനിയൻ. അദ്ദേഹം നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് വളരെ സന്തോഷമാണ്. അച്ഛനെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തതോടൊപ്പം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് കൺഫർമേഷൻ ശുശ്രൂഷയുടെ അഥവാ സ്ഥിരീകരണ ശുശ്രൂഷയുടെ സഭയുടെ പൂർണ്ണ അംഗമായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരോടും എനിക്ക് പറയാൻ ഒറ്റ കാര്യം, ഇന്ന് നിങ്ങൾ എങ്ങനെ വന്നോ ആ ഒരു വിശ്വാസത്തോടെ ആ ഒരു താല്പര്യത്തോടെ കൂടെ ആരാധന ആരംഭിക്കുന്ന മുമ്പ് തന്നെ ഇടവാങ്ങണം. തിരുമേനി വിഷു ചോദിച്ച പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള പലരും പള്ളിയുടെ പുറത്താണ് എപ്പോഴും ഇരിക്കുന്നത്. പള്ളിക്കകത്തിരിക്കാൻ പലർക്കും കഴിയുന്നില്ല എന്ന വലിയ വേദന. സ്ഥലം ഉണ്ടെങ്കിൽ കയറിയിരിക്കാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ട് ഞാൻ കാര്യം പറയാം.
എനിക്ക് നിങ്ങളോട് മാത്രം പറയാൻ ഒറ്റ കാര്യം, ഇന്ന് കഴിഞ്ഞ് ഈ 57 പേരിൽ 54 പേര് പള്ളിയിലുള്ളവരാണ്, 3 പേര് മാത്രമേ ഉള്ളൂ മറ്റു പള്ളികളിൽ. ഈ 54 പേരും അടുത്ത ഞായറാഴ്ച മുതൽ ഒരാഴ്ച പോലും മുടക്കാതെ ദൈവാലയത്തിൽ ഒരു 9:30 ആരാധന, 9:15 ആകുമ്പോഴേക്കും ഒന്ന് ആരാധനയിൽ സംബന്ധിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയ ബൈബിളിൽ ഒരു കാർഡ് തിരുമേനി സൈൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. അതൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന രാവിലെയും വൈകിട്ട് നിങ്ങൾ ചൊല്ലണം. അതുപോലെ മരണപര്യന്തം വിശ്വസ്തരായിരുന്ന് പ്രവർത്തിക്കുവാനാണ് അവിടെ വെളിപ്പാട് പുസ്തകം അതിന് 2-ാം അധ്യായത്തിൽ 10-ാം വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കണം. വിശ്വസ്തരായിരിക്കുവാനും എല്ലാ ദിവസവും കാലത്തുമായിട്ട് പ്രാർത്ഥിക്കുവാനും എല്ലാ ആരാധനകളും നിങ്ങൾ മുടങ്ങാതെ സംബന്ധിക്കുവാനും ഇടയായിത്തീരണം. അതിനുവേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്യുക. സഭയുടെ എല്ലാ പ്രോഗ്രാമുകളും നമുക്കറിയാം, കഴിഞ്ഞ പെരുന്നാള് അതുപോലെ പ്രധാനപ്പെട്ട പ്രോഗ്രാമൊക്കെ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് ഒരു അക്രൈസ്തവനായ ഒരു സഹോദരനുണ്ട്. അദ്ദേഹം ഒരു പൈസ പോലും നമ്മോട് വാങ്ങാതെ അത് എടുക്കുകയും അതോടൊപ്പം തന്നെ അത് ഫേസ്ബുക്കിലും മറ്റേ സോഷ്യൽ മീഡിയയിലും അയക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ബിഷപ്പ് വരുന്ന ദിവസമായിക്കോട്ടെ അദ്ദേഹത്തിന് ഒരു ഉപകാരം സഭയുടെ വകയായി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. ഇന്ന് അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെ വളരെ സന്തോഷത്തോട് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ആ ഉപകാരം സ്വീകരിക്കുവാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. നമുക്ക് സമാധാനത്തോടെ പോകാം.